ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം ഇവിടെ മിക്സർ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയാണ് വേണ്ടത്. ചുവന്നുള്ളി നമുക്ക് എത്ര ചമ്മന്തി വേണം അനുസരിച്ച് ചുവന്നുള്ളി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 ചെറിയ പീസ് ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് ഒരു 5 ഉണക്കമുളകില്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. എരിവുണ്ടെങ്കിൽ അനുസരിച്ച് നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചു വരാം. നന്നായിട്ട് തന്നെ അരച്ചിട്ട് കൊണ്ടുവരണം. ഇപ്പം ഞാൻ ഇതവിടെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ നമുക്ക് എത്ര ചമ്മന്തി വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചുവന്നുള്ളിയും തേങ്ങയൊക്കെ നമുക്ക് എത്ര ചമ്മന്തി വേണം അതിനനുസരിച്ച് വേണം ചുവന്നുള്ളിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് എത്ര വേണോ, കുറച്ച് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി, കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതാ അരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ചമ്മന്തിക്ക് അരക്കണ പോലെ തന്നെ നന്നായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്താണ്, എനിക്കത് കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ കുറവുള്ളവരാണെങ്കിൽ അപ്പോൾ ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇട്ട് കൊടുത്തത് കറക്റ്റാണ്, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈസിയാണ്, ടേസ്റ്റുമാണ്. ഇതാ ചമ്മന്തി ഇങ്ങനെ എടുക്കുക. ഈ ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി മാത്രം മതി കഴിക്കാൻ. എത്ര ചോറ് വേണമെങ്കിൽ നമുക്ക് എത്ര കഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. വേറെ കറിയൊന്നും വേണ്ട, ചോറുണ്ടാക്കാൻ ഈ ചമ്മന്തി ഉണ്ടാക്കുക. കറി ഉപ്പേരിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി പപ്പടം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കിടിലൻ ചമ്മന്തിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.